ചോദിക്കുന്ന പ്രൈസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഡയറക്റ്റ് വന്നോളൂ. വിളിച്ചു ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത്, ഡയറക്റ്റ് വന്നോളൂ. നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടാത്ത റേറ്റ് കുറച്ചിട്ട് നമുക്ക് വാഹനങ്ങൾ ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി കൊണ്ടുപോകാം അല്ല, അത്രയ്ക്കും കളക്ഷൻ നിങ്ങളെടുത്തിട്ടുണ്ട് ഇപ്പൊ സ്റ്റോക്ക്. ഇന്നോവകളൊക്കെ 25 30 ക്രിസ്റ്റകളൊക്കെ 18 20 ഫോർച്യൂണറൊക്കെ 15 ആ റേഞ്ചിലൊക്കെ. അത്രയും കളക്ഷനാണ് നമുക്ക് ഈ ഒരു നിങ്ങളെ പേരിലോട്ട് NOC എടുത്തു തരാൻ പറ്റുന്ന വണ്ടികളുണ്ട്. പേപ്പർ സംബന്ധമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതായത് NOC കിട്ടാതിരിക്കുക, വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, അങ്ങനത്തെ യാതൊരു കംപ്ലൈന്റുകളും ഇപ്പൊ നമ്മൾ RB മോട്ടോഴ്സിന് സെയിൽ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. പിന്നെ ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യം നമ്മൾ പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ പാർക്ക് ആൻഡ് സെയിലുള്ള വാഹനമാണ്. വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത വാഹനങ്ങൾക്ക് മുഴുവനും ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി. നമുക്ക് ഏത് വാഹനം എടുക്കുകയാണെങ്കിലും നമുക്ക് എവിടെ പോയിട്ടും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. ഷോറൂമിൽ വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോവുക. ഹിസ്റ്ററി വേണമെങ്കിൽ, കാരണം 10 12 ഒക്കെ ആകുമ്പോൾ ഹിസ്റ്ററി കൂടുതലും ചിലപ്പോൾ സർവീസ് പോയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ഫിസിക്കലി ആയിട്ട് നിങ്ങളെ വർക്ക്ഷോപ്പുകാരെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടോ എല്ലാത്തിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും ഏത് വാഹനമാണെങ്കിലും എവിടുന്നാണെങ്കിലും എടുക്കുകയാണെങ്കിലും ഒരു വാഹനം കാണാതെ നിങ്ങൾ എടുക്കാൻ പാടില്ല. വണ്ടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പൊ ഏത് വാഹനം എടുക്കുകയാണെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. 20 കിലോമീറ്റർ അപ്പുറത്ത് ടൊയോട്ടയുടെ ഷോറൂം ഉണ്ട്. മാരുതികളുടെ ഷോറൂം ആണെങ്കിൽ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്ത് മാരുതി ഷോറൂം ഉണ്ട്. ഉണ്ടായി ഷോറൂം ആണെങ്കിലും 10 കിലോമീറ്ററിനകത്തുണ്ട്. എല്ലാ സൗകര്യം ഉള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ ലൊക്കേഷൻ. സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു കുത്തമിനാറ് അല്ല, ആദ്യമായിട്ട് നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം. ഫോർച്യൂണർ 1 അല്ല 2 അല്ല 15 ഫോർച്യൂണർ ഉണ്ട്. പക്ഷെ ഇതില് ഈ വീഡിയോയില് നമ്മ പകുതിയെ കാണിക്കുള്ളൂ, പകുതി അടുത്ത വീഡിയോയിലെ കാണിക്കുള്ളൂ അല്ല. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രിസ്റ്റയും ഇന്നോവ ഒന്ന് കാണിക്കാൻ കഴിയില്ല. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താളി. പുതിയ പേപ്പർ, 5 കൊല്ലത്തെ പുതിയ ടാക്സ്, 2011 റേസർ, 10 മോഡല്, 4x4, അതും ഡീസൽ മാനുവൽ ഡീസൽ. 4x4 മാനുവൽ കുറച്ച് റയർ പീസ് ആണ്. അതെ, 4x4 മാനുവൽ ആണ്. GR സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡിന്റെ ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. അതും A to Z നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു ഓഫർ റേറ്റ് നിങ്ങൾക്ക് വേറെ കിട്ടുമെന്നും കൂടി അന്വേഷിച്ചോളി. 6,90,000 രൂപക്ക് ഫോർച്യൂണർ 6,90,000 രൂപക്ക് നമ്പർ ആക്കിയിട്ട് തരികയാണ്. നിലമ്പൂരിലോട്ട് NOC നമ്മളെ പേരിലോട്ട് എടുത്തിട്ടുണ്ട്. NOC നമ്പർ ആക്കിയിട്ട് അങ്ങക്ക് തരുന്നത്. 6,90,000 രൂപക്ക് നെറ്റ് റേറ്റ് ആണ്. ബാർഗൈനിങ് ഉണ്ടാവും. ഓഫർ ഇടുന്ന വാഹനങ്ങൾ അങ്ങനെയാണ്. ഈ ഒരു റേറ്റിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് കൂടി വന്നാൽ മതി. NOCയിലല്ല, നമ്പർ ആക്കിയിട്ട് ഫുൾ പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്തോളി. 4x4 ഡീസൽ, 4 വീല് വർക്ക് ചെയ്യുന്ന വാഹനമാട്ടത്. ഇതിലൊരു വാഹനം ഉണ്ട് 4 വീല് വർക്ക് ചെയ്യാത്ത വാഹനം ഉണ്ട്. അതും നമ്മൾ പറഞ്ഞു കൊടുക്കും. കംപ്ലൈന്റ് ഉള്ളത് നമ്മൾ അറിയുന്നത്. 4 വീല് വർക്കിംഗ് ആണ്. തീ തുപ്പും. അത് ഏത് കുന്നും മലയും കാടും പൊന്തിയും ഒക്കെ നിങ്ങൾക്ക് പോകാം. അത്രയും ടയറൊക്കെ നിങ്ങൾ ഒരു 90% ടയർ ഉണ്ട്. ഫ്രണ്ടും ബാക്കൊക്കെ നല്ല ഒരു 90% ടയർ ഉണ്ട്. 2020 അല്ല 31 വരെ പേപ്പർ ഉണ്ട്. 31 പുതിയ ഇൻഷുറൻസ് എല്ലാം ക്ലിയറിൽ നിങ്ങൾക്ക് നിങ്ങളെ പേരിലോട്ട് നമ്പർ ആക്കിയിട്ടല്ല, നമ്മളെ പേരിലോട്ട് NOC എടുക്കാൻ കൊടുത്തു. നമ്മൾ നിലമ്പൂരിലോട്ട് നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് തരാൻ പറ്റും. ഇതിന്റെ മോൾക്ക് വെക്കിങ്ങള്, അതായത് ഇതിന്റെ മോൾക്ക് വെക്കി ലോകകപ്പൊക്കെ നടക്കണേ 600 അടിന്റെ ഫ്ലക്സ്, 100 അടിന്റെ ഫ്ലക്സ്, 300 അടിന്റെ ഫ്ലക്സ്, ഇതിന്റെ മോൾക്ക് ഇനി വെക്കി. ഇത് ഏതാ രജിസ്ട്രേഷന്? ഇത് MLA MP ഒക്കെ വണ്ടി പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് ഇവിടെ സിക്കിം MLA വണ്ടിയാ. സിക്കിം MLA വണ്ടിയാ. അതാ ചോദിച്ചത്. ഹരിയാന, UP, ഡൽഹി, പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാന്, ഗുജറാത്ത് ഒക്കെ നമ്മൾ അതിലുണ്ട്. ഇവിടെയൊക്കെ റയർ ആയിട്ട് കാണുന്ന, നിങ്ങൾ എവിടെയും കാണാത്ത പോലെ കാണുന്നതാണ് സിക്കിമിലും നമ്മൾ ആളുകൾ. അതന്നെ ഞാൻ ചോദിച്ചത്. ഈ SK എന്ത് സംഭവം? ഇത് 2012 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2 വീൽ ഓട്ടോമാറ്റിക് റയർ ആയിട്ട് വരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ. 2 വീൽ ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് പോലും
ഒറിജിനൽ, റീപ്ലേസ് ഇല്ലാത്ത, ഒന്നും റീപ്ലേസ് ഇല്ല. അത് ഈ ഒരു വാഹനം സ്റ്റോക്ക് കണ്ടീഷനാണ്, റീപെയിന്റ് പോലും ചെയ്യേണ്ട ആവശ്യമൊന്നും. ഒരു പെട്ടി പീസ് അല്ല ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 9:45 നമ്പർ ആക്കി കൊടുക്കാം. 9:45 നമ്പർ ആക്കി കൊടുക്കാം. അതെ, ഒരു റീപ്ലേസും ഇല്ല. അത്രയും ക്വാളിറ്റി, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. ഓക്കെ, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ വാഹനം എടുക്കുക, നിങ്ങളെ പേരിൽ NOC അടിക്കുക, നിങ്ങളെ നാട്ടിൽ നമ്പർ ആക്കി, ഏത് RTOയിലേക്ക് വേണമെങ്കിലും. എവിടെ വീണ്ടും ഒരു കുത്തമിനാർ. അതെ, ഇതെങ്ങനെയായിരുന്നു? ഗുജറാത്താണിത്. ജിജ 2015 മോഡൽ. ഈ ഒരു റേറ്റിനൊക്കെ 15 2 വീൽ ഓട്ടോമാറ്റിക് ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചോളി. 4 കരിം പുത്തൻ ടയർ, 25 ലാസ്റ്റ് വരെയുള്ള പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഗുജറാത്ത് നമ്പർ ഉണ്ട്, വണ്ടിയെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഹൈഡ് ചെയ്യുന്നില്ല. അതും ഒരുപാട് ഫിറ്റിംഗ്സ്, GR സ്പോർട്ടിന്റെ ഹെഡ്ലൈറ്റ്, ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്. ഇതിന്റെ റേറ്റുകൾ അന്വേഷിച്ചാൽ മതി. 40-48 രൂപയൊക്കെ ഫിറ്റിംഗ്സ് വരുന്നുള്ള ഹെഡ്ലൈറ്റ്, ടൈൽ ലൈറ്റ്, അതുപോലെ തന്നെ ബാക്ക് DRL, ഫ്രണ്ട് DRL, GR സ്പോർട്ടിന്റെ ഗ്രില്ല്. നിങ്ങൾ ഇപ്പൊ വന്ന കണ്ടീഷനിലാണ്, ഒന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, ചെയ്യാനുണ്ട്. ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ വേണമെങ്കിൽ കയറ്റിട്ടതാണ്. പോളിഷ് ഒക്കെ ചെയ്ത്, അതും 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന 4 പുതിയ ടയറുള്ള, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 15 ഓട്ടോമാറ്റിക് 2 വീൽ വാഹനം നിങ്ങൾക്ക് എവിടെ പോയാലും 15 ലക്ഷം രൂപ വില, 13.25 ലക്ഷം രൂപ കൊടുക്കാം. 13.25 ഈ ഒരു റേറ്റിന്റെ ഒക്കെ മുകളിൽ വെക്കുന്നത്. 2015 ലാസ്റ്റ് 2 വീൽ ഓട്ടോമാറ്റിക് ഹിസ്റ്ററി ഉള്ള വാഹനം നിങ്ങൾ ഇത്രയും ഫിറ്റിംഗ്സ് 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം 13,75,000 രൂപ കൊടുക്കാം. റേറ്റ് ഇനിയും പൊട്ടിച്ചു കൊടുക്കും. ഈ ഒരു ഓഫറുകൾ നിലനിൽക്കുകയാണ്. ഇനി അത്രയും കളക്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് വണ്ടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വണ്ടി കിട്ടാത്ത ആളുകൾക്കാണ് ഈ പിടിച്ചിരിക്കുന്നത്. അത്രയും കളക്ഷൻ കയ്യിലുണ്ട്. മടിയിൽ അപ്പൊ സുഖസുന്ദരായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. നല്ല വണ്ടിയല്ല ബ്രോ, നല്ല വാഹനം. ഏത് വാഹനമാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടിയാ. അതെ. അപ്പൊ അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കല. ഇത് വണ്ടി കണ്ടിട്ട് നിങ്ങൾ ഏതാ തോന്നുന്നത്? എത്ര മോഡലാ തോന്നുന്നത്? ഇത് മോഡല് കൂടിയ വണ്ടി പോലെ തന്നെ തോന്നുന്നുള്ളത്. ഒരു 14 അല്ലേ? 10 മോഡൽ. ഇതാ 10 മോഡൽ, പുതിയ പേപ്പർ, പുതിയ കൺവേർഷൻ, A to Z പിൻ ടു പിൻ. 2010 മോഡല് GR സ്പോർട്ടിന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വാളിറ്റിയിലാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന വില അവര് പേരിൽ നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് 9.25 ലക്ഷം രൂപ. 3 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് മാത്രമേ ഈ വണ്ടിമേ കയറിയിട്ടുണ്ട്. 4 വീല് മാനുവല്, പുതിയ പേപ്പർ, 5 കൊല്ലത്തെ പുതിയ പേപ്പർ. ഈ ഒരു റേറ്റിന്റെ ഒക്കെ മുകളിൽ വെക്കട്ടെ. അതും ലോക്കൽ അല്ല കേട്ടോ, GR സ്പോർട്ടിന്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ്, അതും ഗ്രില്ല്, ബാക്ക് ടൈൽ ലൈറ്റ് എല്ലാം ഫിറ്റ്, ഒരുപാട് ഫിറ്റിംഗ്സ്. 4 വീലൊക്കെ വർക്കിംഗ് ഉള്ള വാഹനം. 4 വീല് വർക്കിംഗ് ഉണ്ട്. ഒരു ടെൻഷനും ഇല്ല. വണ്ടി എവിടെ വേണം ചെക്ക് ചെയ്യാം, പ്രശ്നം ചെക്ക് ചെയ്യാം. പുതിയ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണ്. ഈ റേറ്റ് പൊട്ടിച്ചു ഡയറക്റ്റ് വന്നോളി. റേറ്റ് വണ്ടി കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞത് റേറ്റ്. വണ്ടി കണ്ടാലും ഇതൊക്കെ വണ്ടി കണ്ട് ഓടിച്ചാണല്ലോ. വണ്ടി ഇറങ്ങൂല, എഗ്രിമെന്റ് എഴുതിക്കോളി, പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരാറ്. അത്രയും ക്വാളിറ്റി അല്ലേ? ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഫിറ്റിംഗ്സ് ഒക്കെ ചെറിയ ഈ നോബൊക്കെ ഫിറ്റ് ചെയ്യാണ്ടതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ചെറിയ വർക്ക് കൈന്നെടുക്കുന്നുള്ളൂ. അങ്ങനെ ചെറിയ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും. കാരണം നമ്മള് മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും പൂർണ്ണരല്ല. കുറവുകൾ നമുക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. അതൊക്കെ നമ്മൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങൾ പേടിക്കേണ്ട. വണ്ടി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഈ വണ്ടിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരില്ല, കൊണ്ടുപോകാം. വണ്ടി എങ്ങനെയായിരുന്നു ബ്രോ? ഇതും 2012 മോഡല്. 2012 മോഡല്, പുതിയ എല്ലാ ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്തോളി. അടിപൊളി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. 2012 മോഡല്, അതും Type 2 കമ്പനി വരുന്ന വണ്ടി. അതും GR സ്പോർട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങൾ, പെയിന്റിങ്, പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫർ റേറ്റിന് 9,90,000 രൂപക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഇത് 4x4 2 വീൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക്, മാനുവൽ. വണ്ടി
ഒരു പ്രശ്നമില്ല. വണ്ടി എല്ലാ ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. പുതിയ ബാറ്ററി, പുതിയ ഇൻഷുറൻസ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, ഇതൊക്കെ പ്രൈവറ്റ് വണ്ടികളാട്ടോ. അവിടെ ടാക്സി പ്രൈവറ്റ് വാഹനങ്ങളാണ്. ഈ വണ്ടിയുടെ ഒക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ പേരിൽ NOC ഇഷ്യൂ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഓഫറാണ്. ലോണും ചെയ്യാൻ പറ്റും. നമ്പർ ആയി കഴിഞ്ഞാലാണ് ഈ വാഹനങ്ങളൊക്കെ ലോൺ ചെയ്യാൻ പറ്റുക. റെഡി പൈസയും കൊണ്ട് പോരുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. നമ്പർ ആയ വണ്ടികളുണ്ട്, അത് നമുക്ക് ലോണും ചെയ്യാം. നമ്പർ ആയ ഒരു 5-6 വണ്ടികൾ കയറാറുണ്ട്. ഒറിജിനൽ കേരള വാഹനം അതും ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്പർ ആക്കിയിട്ട് കൊടുക്കുമല്ലോ. തീർച്ചയായും നമ്പർ ആയിട്ട് കൊടുക്കും. എല്ലാ വണ്ടിയും നമ്പർ ആക്കി കൊടുക്കും. നമ്പർ വേണ്ടവർക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കും. അതെ, തീർച്ചയായിട്ടും NOC കൊടുക്കും. കാരണം അവരെ അഡ്രസ്സിലോട്ട് NOC എടുത്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ അവര് ഈ ഗുജറാത്ത് വാഹനമൊക്കെ അവര് പേരിലോട്ട് NOC എടുത്ത് കൊടുക്കാൻ പറ്റിയ വാഹനം. ഏത് RTOയിലേക്ക് വേണമെങ്കിലും മാറാൻ പറ്റിയ വാഹനങ്ങളും ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞു തരൂ. അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? ഇത് ഇവിടെ ഒരു അടിപൊളി കളർ, ബിസ്ക്കറ്റ് കളർ ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇതെങ്ങനെയായിരുന്നു? 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. 2018 ഓട്ടോമാറ്റിക്. ഇത് Z ഓട്ടോമാറ്റിക്, G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. ഓക്കെ. ഈ വാഹനം നമുക്കിപ്പോ നമ്മളെ പേരിലായിട്ട് NOC അടിച്ചിട്ടുണ്ട്. 1,46,000 സർവീസ് ലാസ്റ്റ് കഴിഞ്ഞു. നമ്പർ ആവാത്ത വണ്ടിയല്ല. നമ്പർ ഇവിടെ NOC കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയിട്ടുണ്ട്. UP 16 നോയിഡ RTO ഓഫീസ് ആണ്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഈ ഒരു വാഹനം നിങ്ങൾ എല്ലാ വണ്ടിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നല്ല കിടിലം വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. അതും നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, 14 ലക്ഷം ID. കളർ എന്തൊരു നല്ല, അതായത് ക്രിസ്റ്റയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള കളർ 2 ഒന്ന് മുന്തിരി കളറും, ഒന്ന് ഈ കളറും. ഇത് രണ്ടും നമ്മളെ കയ്യിൽ ഇപ്പൊ ഈ വീഡിയോയിലുണ്ട്. ഈ വാഹനം നമുക്ക് NOCയില് 13,50,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് 18 ലാസ്റ്റ് ഓട്ടോമാറ്റിക് 13.5 ലക്ഷം രൂപ കൊടുക്കാം. 13 കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാർ ഇവിടെ വീണ്ടും ഒരു കിരുമത്തിന്റെ ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു? V ഓപ്ഷൻ, ഫുൾ ഓപ്ഷന്. മാനുവല് 2019 ലാസ്റ്റ് മോഡല് ഫുൾ ഓപ്ഷൻ വരും. 2.4 മാനുവല്, ആർഡ്ബ്ലൂ അല്ലാത്ത വണ്ടി, മാനുവല്. ഈ ഒരു വാഹനം കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ വിത്ത് സർവീസ്. ഓട്ടം കുറവ് മാത്രല്ല, ഈ വണ്ടിന്റെ പുറത്ത് ഫുൾ ഹിസ്റ്ററി. റീപെയിന്റ് കയറിയിട്ടില്ല. റീപെയിന്റ് കയറാത്ത ഒരു വാഹനം, അത് 4 പുത്തൻ ടയറല്ല, 5 പുത്തൻ ടയർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, പുതിയ മണം മാറാത്തൊരു വാഹനം അന്വേഷിക്കുന്നുണ്ട്. അടിപൊളി ക്വാളിറ്റി. ഒരു ഗ്ലാസോ ഒരു ഡോറോ ഒരു സാധനം റീപ്ലേസ് ഇല്ല. റേറ്റ് 14.5. 19. ഇതൊക്കെ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 2019 ലാസ്റ്റ്. ഇതും കിണ്ണം കാച്ചി വേണ്ട ലോ കിലോമീറ്റർ. 14.5, 14.65 ലാസ്റ്റ്. നല്ല പെട്ടി പീസ് അല്ലേ? 14.65 കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് കൊടുക്കാം. 14.65 അല്ലേ? അതെ. ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. ഓട്ടോമാറ്റിക് ആണ്. 12.5 ലക്ഷം രൂപക്ക്. 12,50,000 രൂപക്ക് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. ഈ പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടിക്ക് മിനിമം 3 മാസം NOCക്ക് ഡിലേ വരും. ചിലപ്പോൾ നമ്മൾ 1 മാസം കൊണ്ട് ചെയ്ത് കൊടുക്കും. അത് കുഴപ്പമില്ല. പക്ഷെ 3 മാസം നമ്മൾ പ്രതീക്ഷിക്കണം. 2016 GX ഓട്ടോമാറ്റിക്, GX പ്ലസ് ഓട്ടോമാറ്റിക്, 16 ലാസ്റ്റ് വാഹനമാണ്. അത് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് പേര് മാറിയിട്ട് നമുക്ക് തന്നിരുന്നത്. വണ്ടി മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടി, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഒരു റേറ്റ് 12,50,000 രൂപക്ക് ഓട്ടോമാറ്റിക് 2.8 വാഹനം. ഓഫർ പ്രൈസ്. അതും ഡയമണ്ടിന്റെ സ്റ്റീരിയോ, അതുപോലെ തന്നെ കമ്പനി ലെതർ സീറ്റ് കവർ, 5 പുത്തൻ ടയർ, വേറെ ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല. റേറ്റ് ഓഫർ 12.5 ലക്ഷം രൂപ. നല്ല ഓഫർ റേറ്റ്. അതെ. ഈ വണ്ടി പഞ്ചാബ് വണ്ടിക്ക് നമുക്ക് NOC കഴിഞ്ഞാൽ മാത്രമാണ് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു വണ്ടികൾക്ക് ഹരിയാന, UP ഒക്കെ ആണെങ്കിൽ നമുക്ക് NOC എടുക്കുന്നതിന് മുന്നേ ലോൺ അപ്രൂവൽ ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. പേയ്മെന്റ് പകുതി എമൗണ്ട് തരണം നമുക്ക്. ഇനിയുണ്ട് UP രജിസ്ട്രേഷൻ, ഹരിയാന രജിസ്ട്രേഷൻ ഒക്കെ ഒരുപാട് എല്ലാം ഞാൻ വെരിവരിയായിട്ട് കാണിച്ചു കൊടുക്കാം. നല്ല കറുകറുത്തൊരു കരിമ്പുലി ഇന്നോവ കാറാണ്. ഒരു റയർ പീസ് അല്ലേ? അതെ. അതും കമ്പനി കളർ. കമ്പനി വരുന്ന കളറാണിത്. കമ്പനി 2016 മോഡല്. 11-ാം മാസം ഇന്നോവന്റെ അവസാന ഘട്ടം. 11-ാം മാസം ഇന്നോവകൾ ഇറങ്ങിയിട്ടുണ്ടോ? 2016 11-ാം മാസം വണ്ടി. 11-ാം മാസം വണ്ടി. അതും സെക്കൻഡ് ഓണർഷിപ്പ്. 1,30,000 കിലോമീറ്റർ.
ബ്ലാക്ക് ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയേ? ഇതൊക്കെ നമ്മൾ തപ്പി തെരഞ്ഞെടുക്കണം. അപൂർവമായിട്ട് ഇങ്ങനത്തെ കിട്ടല്. അപൂർവം പറഞ്ഞാല് ബ്ലാക്ക് കളർ അപൂർവങ്ങളിൽ അപൂർവമാണ്. കമ്പനി കളർ കിട്ടും. പെയിന്റ് അടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ഈ ബ്ലാക്ക് കൊണ്ടെടുക്കാന് എല്ലാരും നോക്കും. പക്ഷെ ബ്ലാക്ക് കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ചളിയും പൊടിയൊക്കെ ആവും. പെട്ടെന്ന് സ്ക്രാച്ച് ആയാൽ ഒക്കെ ഈ ബുദ്ധിമുട്ട്. പക്ഷെ ബ്ലാക്കിന്റെ ആരാധകന്മാരുള്ള വേറൊരു വണ്ടികൾ ഇല്ല. ഇപ്പൊ നല്ല ട്രെൻഡ് ആയിട്ടാണ് കളിക്കുന്നത്. ഒരുപാട് ആളുകൾ ബ്ലാക്ക് ഇവിടെ കൊടുത്തിട്ട് 80,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് ബ്ലാക്ക് പെയിന്റ് അടിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പറ്റിയ വാഹനം. ലോ കിലോമീറ്റർ ആണ് ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം. ഇന്റർകൂളർ ആണ്, അതും G4 ആണ്. G4 തന്നെ 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റേറ്റും ഓഫർ ഉണ്ട്. എത്ര കൊടുക്കാം? 990 ആണ് റേറ്റ് പറഞ്ഞേക്കുന്നത്. 990. 16, 11 മാസം വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ ഭയങ്കര ഓഫറാണ്. ഇതൊക്കെ തപ്പി ഇറക്കുന്ന ആളുകൾക്ക് 11, 11.5 ലക്ഷം രൂപക്കൊക്കെ വിൽക്കുന്ന വണ്ടികളാണിത്. ഇതൊക്കെ നിങ്ങൾക്ക് 16, 11 മാസം വരുന്ന UP 32 ലക്നോ വണ്ടിയാണ്. ഓഫർ റേറ്റിന് കസ്റ്റമർ കൊണ്ടുപോയി ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ. ഇത് റേറ്റ് ഫിക്സ്ഡ് അല്ല കേട്ടോ, നേരിട്ട് വന്നോളൂ. നിങ്ങൾക്ക് ഒരുപാട് വില കുറച്ച് പറയുന്ന വില അല്ല. ഇവിടെ ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടി ഇതെങ്ങനെയായിരുന്നു? ഇത് കിറ്റൊക്കെ കയറ്റിക്കണല്ലോ. ഒരുപാട് ഫിറ്റിംഗ്സ്, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, GR സ്പോർട്ടിന്റെ ഗ്രില്ല്, ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2013 മോഡൽ 13 മോഡൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇത് 13 മോഡൽ കണ്ടാ പറയില്ല. വർക്ക് നല്ല വർക്കും കാര്യങ്ങളും നല്ല രസമുണ്ട് കാണാൻ. റേറ്റ് വന്നിട്ടില്ല കേട്ടോ. 6.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് NOC തരാം. NOC കൊടുക്കല. 13 മോഡല്. നിങ്ങളെ എല്ലാ ഭാഗവും ക്ലിയർ ആണ്. വണ്ടി മിയ 16 സൈസ് വീലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാം ഉണ്ട്, ഫ്രണ്ട് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് കയറിയ ഒരു വണ്ടിയാണ്. നമ്പറും കാര്യങ്ങളും അടിപൊളി നമ്പറും ഉണ്ട്. 50. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. അതെ. ഇവിടെ വീണ്ടും ഒരു ഇന്നോവ കാർ. ഇതെങ്ങനെയായിരുന്നു? ഈ ഒരു വാഹനം നമ്മൾ വന്ന കണ്ടീഷനിലാണ്. ഇത് ഒന്ന് ടച്ച് ആൻഡ് പോളിഷും കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. ഇതിന്റെ കാര്യം മെറ്റൽ ബോഡിയിൽ റീപെയിന്റ് കയറിയിട്ടില്ല. മെറ്റൽ ബോഡിയിൽ എവിടെയും റീപെയിന്റ് അല്ല. ഇത് ഈ വണ്ടി കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒറിജിനാലിറ്റി വണ്ടിയാണ്. അതും 12 മോഡലിലൊക്കെ റീപെയിന്റ് കയറാത്ത വണ്ടികൾ റയർ ആയിട്ട് കിട്ടുള്ളൂ. ഇത് അതുപോലത്തെ വണ്ടിയാണ്. അതും നിങ്ങൾക്ക് മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ തപ്പി തെരഞ്ഞെടുക്കുന്നതാണ്. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. ഒറിജിനൽ ക്ലാസ് 2012 വണ്ടി നമുക്ക് 590 കൊടുക്കാം. 590 കൊടുക്കാം. അതും നമുക്ക് ഇതൊക്കെ വന്ന് കസ്റ്റമർ കണ്ടിട്ട് ശേഷം മാത്രമേ നമ്മൾ പെയിന്റ് ചെയ്ത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കൂ. അത്രയും എവിടെയും ഒരു ബോഡിയിൽ പോലും ഒരു വർക്ക് പോലും കയറിയിട്ടില്ല. അത്രയും കാര്യങ്ങൾ പുട്ടി വർക്കൊന്നും കയറാത്ത മെറ്റൽ ബോഡി, പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി. അതെ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. അതെ.